എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഒരു എഗ്ഗ് വെജ് ഊത്തപ്പം. സാധാരണ ഒണിയൻ ഊത്തപ്പം പോലെ നമ്മൾ കുറച്ച് ഒന്ന് കട്ടിക്ക് ഒഴിച്ചിരിക്കുമല്ലേ? പിന്നെ അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട. എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ടോപ്പ് ഗ്യാസിൽ. നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ കടകളിൽ പോകുമ്പോൾ നമുക്ക് ഊത്തപ്പം ഇങ്ങനെ വേവാതെ കിട്ടും. ഉള്ളിൽ പശുപായിട്ട് കിട്ടും. അപ്പം നമ്മളിപ്പം ചെയ്യാൻ പോണത് ഈ ഊത്തപ്പത്തിന് മറിച്ചിടും. സാധാ ദോശ പോലെ നമ്മൾ മറിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ആ ഫില്ലിങ്സ് ചെയ്യാൻ പോണത്. ഇപ്പം നമ്മൾ എഗ്ഗ് വെജ് ഊത്തപ്പം ചെയ്യാൻ പോണേ. ഇനി ഇനിയിപ്പോൾ നമ്മൾ ഈ നേരത്തെ മസാല ട്രേയിൽ കണ്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കും. കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് നട്ട്, നമ്മുടെ സാധാരണ കപ്പലണ്ടി പിന്നെ പുഴുങ്ങി പൊടിച്ച് വെച്ചതാണ്. പിന്നെ ഇത് ബീട്രൂട്ട് കുറച്ച് നല്ല ഭംഗിയല്ലേ? മഞ്ഞ, വെള്ള, ചോപ്പ്. പിന്നെ ഇത് നമ്മളെ കടലയും ഇതുപോലെ പുഴുങ്ങി ഉപ്പിട്ട് ഒന്ന് വറുത്തിട്ട് പൊടിച്ചു വെച്ചതാണ്. സാധാ നമ്മുടെ ഗ്രീൻ പീസും. ഇതിപ്പോ ഒരു പിസ പോലെ തന്നെയാണ് ഒരു ഊത്തപ്പം. ഈ ഒരു ഭാഗം ഇപ്പൊ കറക്റ്റ് പിസയുടെ ടോപ്പിങ്സ് എല്ലാം ഉണ്ട്. നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. തക്കാളി. ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് കോക്കനട്ട് നല്ല തേങ്ങാപ്പീര ചിരകിയെടുത്തു. ഇനിയാണ് നമ്മുടെ ദോശ ചട്നിപ്പൊടി. ഇത് അറിയാലോ, ദോശ ചട്നിപ്പൊടി തന്നെ ഉഗ്ര ടേസ്റ്റ് ആണ്. ഇതെല്ലാം അതിന്റെ ഒപ്പം ദോശ ചട്നിപ്പൊടി ചേർക്കുമ്പോൾ എന്തായിരിക്കും? മുട്ടയ്ക്ക് മുകളിൽ കുറച്ച് കുരുമുളക് പൊടി. ഇത്തിരി പുതിനയല്ല, മല്ലിയല്ല. ഇത് പിസ പോലെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പുറത്ത് നമ്മൾ കുറച്ച് ഗ്രേറ്റഡ് ചീസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിസയുമായി. പഴയ നമ്മളെ ഊത്തപ്പത്തിനെയൊക്കെ അങ്ങ് മറക്കാൻ പാടില്ല. അതെ നമ്മുടെ ഊത്തപ്പം എഗ് വെജി ഊത്തപ്പം ഏകദേശം എല്ലാ വെജിറ്റബിൾസും വന്നിട്ടുണ്ട്. ഏകദേശം അത് ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ അടുത്തത് എഗ് വെജി ഊത്തപ്പം ആയിട്ടുണ്ട്. നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ ദോശയുണ്ട്. എല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. ചോക്കോ നട്ടി ഫ്രൂട്ടി ദോശ. അതുകൊണ്ട് പിന്നൊന്നും കൂടെ ഉണ്ടല്ലോ, ചിക്കൻ മസാല. അപ്പം എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ചുട്ടോണ്ടേ ഇരിക്കണം. കണ്ടില്ലേ 120 കൂടുതൽ എത്രയായിട്ട് ഉണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ട്, കുറേ ഉണ്ട്. അപ്പം എന്തായാലും ഇനി വഹിക്കണ്ട, കഴിക്കാന്നുള്ള രീതിയിൽ തന്നെ അവിടെ വെളിയിൽ ചെന്ന് ഫാനിന്റെ ഇരുന്ന് കാണാം. അപ്പോൾ അത് അടുക്കളയിൽ നിന്ന് എല്ലാം ഉണ്ടായി കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചി, ഇതെന്താ സംഭവം? ഇത് ഞങ്ങളുടെ ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. അപ്പം നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കും. ഇതെങ്ങനെ കുടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ദോശ അങ്ങനെ. അപ്പോൾ ഓൾറെഡി നമ്മൾ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക് കുടിക്കുകയാണ്. ലൈം ജ്യൂസ് ആണോ? പുതിനയൊക്കെ ഇട്ടിട്ടുള്ള ഇത്തിരി കയ്പും എല്ലാം കൂടെ ഉണ്ട്. ഒരു വിശപ്പൊക്കെ വരും ആളുകൾക്ക്. ബിസിനസ് ട്രിക്ക്. അപ്പോൾ അതെ, നമ്മുടെ ദോശ നമ്മുടെ ആദ്യത്തെ ദോശ ചോക്കോനട്ടി. ഇതൊക്കെ ചേച്ചി എങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിച്ച് ചെയ്യണാണോ? അതോ അതിങ്ങനെ ഒരു ഐഡിയയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. ഊത്തപ്പം വന്നിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ. പേരെന്താ? ലാൽകൃഷ്ണ അല്ലേ? താങ്ക് യു. നമുക്ക് കൈ വെച്ച് കഴിക്കുമ്പോൾ നമ്മുടെ എന്തായാലും നടുഭാഗം കഴിക്കാം. ഇപ്പൊ ചോക്കോനട്ടി. നമ്മുടെ വേഫേഴ്സും ചോക്ലേറ്റും കറക്റ്റ് അത് തന്നെ. നല്ല സ്വീറ്റ് ആയിട്ട് വേഫേഴ്സ് കഴിക്കുന്നത് പൊളിച്ചു. നല്ല മുരുമുരിപ്പുണ്ട്. ഇത് വലിയ ആൾക്കാരും കഴിക്കണം. വലിയ ആൾക്കാരും കഴിക്കും. ദോശയൊന്നും പറയില്ല, പക്ഷെ ആ ചെറിയ നമ്മുടെ ദോശയുടെ പുളിപ്പുണ്ടല്ലോ, അപ്പോഴാണ് ദോശ മനസ്സിലാണ്.
അടുത്തത് നമ്മൾ ഏതാണ്? നമ്മുടെ എഗ് വെജിറ്റബിൾ ഊത്തപ്പം. എഗ് വെജിറ്റബിൾ ഊത്തപ്പം ഇതൊക്കെ ശരിക്കും ഇങ്ങനെ 128 വെറൈറ്റി നമ്മളുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഈ ദോശയൊക്കെ. അതിന് മുകളിലേക്കുള്ളതാണ് അത്. ഇത് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 150 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സോയ ചിക്കൻ നമ്മളിങ്ങനെ നമുക്കൊരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഒരു സാധനം കാണുമ്പോഴോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ വീട്ടിലൊക്കെ നമുക്ക് ചെയ്യുമ്പം മീൻകറിയും ദോശയും ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ല നൈസായിട്ടുള്ള ദോശയും മീൻകറി നല്ല ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ മീൻകറിയിൽ തന്നെ ആ മീനിന്റെ കഷ്ണം ഒന്നിങ്ങനെ പൊടിച്ച് ഒരു മസാല പോലെ ഉണ്ടാക്കിയിട്ട് ഈ ദോശയുടെ പുറത്ത് അത് സ്പ്രെഡ് ചെയ്ത് മസാലയാക്കി ഉണ്ടാക്കാം. ഭയങ്കര സ്പെഷ്യൽ അല്ലേ, വെറൈറ്റിയാണ് അത്. അങ്ങനെ അങ്ങനെ നമ്മള് പുറത്തങ്ങ് പോയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഊത്തപ്പം. ഞങ്ങളുടെ ദോശയ്ക്ക് ചട്നി അങ്ങനെ വേണമെന്നില്ല, അത് വെച്ച് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മളാ നട്ട്സൊക്കെ ശരിക്കും കടിക്കാനും ചന്ന മസാല അതെ. കപ്പലണ്ടി ഭയങ്കര ടേസ്റ്റ് ആണ്. അതുപോലെ നമ്മള് ചമ്മന്തിപ്പൊടി ഊരണ്ടല്ലേ, അത് ഇതിന്റെ ഒപ്പം. അതാണ് പ്രത്യേകിച്ച് ചട്നി സാമ്പാറും ഒന്നും വേണ്ട, നമുക്ക് ഇത് തന്നെ തിന്നാൻ പറ്റും. അങ്ങനെ ഇത് നമ്മുടെ ഉള്ളിലൊക്കെ ഇട്ട് നമ്മുടെ സ്പെഷ്യൽ എല്ലാം ഒത്തിരി സാധനങ്ങളുണ്ട്. വിഷ്ണു അങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോ അപ്പൊ ഇത് ഇനി അടുത്ത് നമ്മുടെ ചിക്കൻ മസാല. ശരിക്കും വീഡിയോണ് ഇതിന് കോമ്പിനേഷൻ ആട്ടോ, ചിക്കനും ദോശയും കൂടി. ഇപ്പൊ മനസ്സിലായി. ഞാൻ സാറെ മീൻകറിയുടെ ഒപ്പം കഴിക്കാറ്. മീൻകറി നമ്മളെ വീട്ടിലെ കഴിക്കും. അടുത്തത് ഞങ്ങളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോൾട്ട് ആൻഡ് പെപ്പർ. ഉപ്പും കുരുമുളകും. പക്ഷെ അതിന്റെ എല്ലാം വേറെ ഡിഫറെന്റ് ആണ്. നമ്മള് മുട്ട ഇതിനകത്ത് വെച്ചിട്ടില്ലേ, 3 കോഴിമുട്ട. ശരിക്കും ആ ചമ്മന്തിപ്പൊടി ടേസ്റ്റ് നമുക്ക് എല്ലാത്തിനും എടുത്ത് അറിയാൻ. മസാല ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് ഒക്കെ വേവിച്ചിട്ട് അരച്ച് ചേർക്കും അതിൽ. പിന്നെ എല്ലാ വെജിറ്റബിൾസും വരണുണ്ട് ആ മസാലയിൽ. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം ഉരുളക്കിഴങ്ങ്, സവാള, അത് മുളക്, ഇതാണ് മെയിൻ. പക്ഷെ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. പേസ്റ്റ് പോലെ ആക്കി സ്പ്രെഡ് ചെയ്ത്. എന്തായാലും ഇത് മൊത്തം കഴിക്കാൻ പറ്റണല്ലോ എന്നുള്ളതുണ്ട്. അപ്പോൾ അതിന് വീണ്ടും വീണ്ടും വന്ന് കഴിക്കാം, ദിവസം വരാമല്ലോ. അപ്പോൾ എന്താ പറയാ, ഇതൊക്കെ എല്ലാത്തിനും വളരെ വളരെ താങ്ക് യു. നമുക്ക് ഇത് ഇത്ര നേരം ഉണ്ടാക്കി തന്നത്. കാരണം കസ്റ്റമേഴ്സ് വരുമ്പോൾ ഓർഡറിൻ്റെ ഇടയ്ക്ക് തന്നെ ചേച്ചി ഉണ്ടാക്കി തന്നത്. അപ്പോൾ അത് നമ്മുടെ സ്ഥലം അറിയാലോ, doshaas.com. dosha.com അല്ല, doshaas.com. നമ്മുടെ ഹിന്ദി പ്രചാരസഭയുടെ നേരെ ഓപ്പോസിറ്റ് വഴുതക്കാട് ജംഗ്ഷനിൽ ജയതയ്ക്ക് പോകുന്ന റൂട്ട്. നമുക്ക് അറിയാൻ എളുപ്പമാണ്. ഓൾ ഇന്ത്യ റേഡിയോയുടെ റോഡാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളതാണ്. സ്റ്റാർട്ടിങ് നമ്മൾ കഴിച്ചാലും നമുക്ക് കാണാം doshaas.com. കുറേ ദോശ പടമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും വളരെ 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 താങ്ക് യു. കാരണം ഇതൊക്കെ ഇനി ഇത് കഴിക്കാണ്ട് ഞാൻ പോകില്ല, മൊത്തം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം.